ഇന്ത്യ രാജ്യത്ത് 1956 മെയ് മാസം 1-ാം തീയതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ നിലവിൽ വന്ന സ്ഥാപനമാണ് സംവിധാനമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അന്ന് ഫെറ നിയമപ്രകാരമായിരുന്നു അവർ കാര്യമായി അന്വേഷണം നടത്തിയിരുന്നത്. പിന്നീട് മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയും നരസിംഹറാവു പ്രധാനമന്ത്രിയുമായിരുന്ന 91-ലെ ഗവൺമെൻറ് ഫെറ ആക്ട് ഫെമ ആക്ട് ആക്കി, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് മെയിൻ്റനൻസ് ആക്ട് ആക്കി. അതിനുശേഷം 2002 വാജ്പേയി സർക്കാർ PMLA ആക്ട് പാസ്സാക്കി. ഇപ്പോൾ ഫെമ ആക്ടിലും PMLA ആക്ടിലുമാണ് ED അന്വേഷണം നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഈ പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമമായിരുന്നു അഴിമതിക്കെതിരെ ഉണ്ടായിരുന്ന ആദ്യകാലത്തെ നിയമം. ആ നിയമപ്രകാരം ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ അയാൾ അഴിമതി നടത്തി എന്നും അതിൻ്റെ ആനുകൂല്യം അയാൾക്കോ മറ്റൊരാൾക്കോ ഒരു വഴിവിട്ട സഹായം ചെയ്തു എന്നും തെളിയിക്കേണ്ടിയിരുന്നു. പല കേസുകളിലും കാലപ്പഴക്കം കൊണ്ടും സാങ്കേതികത്വത്തിൻ്റെ പ്രശ്നം കൊണ്ടും ഇത് തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായപ്പോൾ കുറ്റം ചെയ്ത പ്രതികളിൽ പലരും സുഖമായി രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങി. അപ്പോഴാണ് മണി ട്രെയിലിലൂടെ കണ്ടെത്തിക്കൊണ്ട് ഈ അനധികൃതമായി സമ്പാദിച്ച പൈസ എവിടെയെങ്കിലും വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, നിക്ഷേപിച്ചിട്ടുണ്ടോ, ബിനാമിയാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിച്ച് നടപടിയെടുക്കാനും അതോടൊപ്പം വിദേശത്തു നിന്നും കണക്കില്ലാതെ സർക്കാർ സമ്മതമില്ലാതെ പണം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ക്രിമിനൽ കുറ്റം ആക്കാനും, അതായത് ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റമാക്കാനും. കാരണം ഫെമയിൽ ഇപ്പോൾ അറസ്റ്റ് ഇല്ല, ഫെമയിൽ ഫൈനേ ഉള്ളൂ. അപ്പോൾ ഈ 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് PMLA ആക്ട് പാസ്സാക്കിയിരിക്കുന്നത്. ആ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ED അനധികൃതമായി ആർക്കെങ്കിലും പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആളുകൾ അതെങ്ങനെ കിട്ടി, അത് അവരെന്ത് ചെയ്തു എന്ന് അന്വേഷിക്കാൻ അവർ വരും. അത് സ്വാഭാവികമാണ്. അത് ഈ രാജ്യത്ത് ഒരുപാട് ആൾക്കാർക്കെതിരെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതുമൊക്കെ ശരി, അങ്ങ് അതിന്റെ ഒരു ക്രോണോളജി കൃത്യമായി പറഞ്ഞു. പക്ഷേ അന്നൊന്നും ഈ പറയുന്ന ആരോപണമില്ല ED പോലെ ഒരു ഏജൻസി രാഷ്ട്രീയ പാർട്ടിക്ക് ഭരിക്കുന്ന സർക്കാരിന് വേണ്ടി കൂലിക്ക് പണിയെടുക്കുന്നുവെന്ന്. ഇത് തികഞ്ഞ രാഷ്ട്രീയമായ ചോദ്യമാണ്. അല്ല, ഈ രാജ്യത്ത് 10 ലക്ഷം കോടി രൂപയുടെ പറയട്ടെ, ഈ രാജ്യത്ത് ഈ രാജ്യത്ത് 10 ലക്ഷം കോടി രൂപയുടെ അഴിമതി പണ്ട് നടന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയല്ലേ 2G സ്പെക്ട്രം എല്ലാ ലൈസൻസും ക്യാൻസൽ ചെയ്തത്? ഇപ്പോൾ അവരെ വെറുതെ വിട്ട ആ കേസിൽ അപ്പീൽ പോയി ഡൽഹി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പീൽ നോട്ടീസ് അയച്ചിരിക്കുക. എന്താ ഡൽഹി ഹൈക്കോടതി പറഞ്ഞതറിയോ? താഴെ കോടതിയുടെ വിധിയിലെ പരസ്പര വിരുദ്ധത പരിശോധിക്കണമെന്ന്. പിന്നെ കൽക്കരി ലൈസൻസ് മുഴുവൻ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്ത് വീണ്ടും ലേലം ചെയ്യാൻ പറഞ്ഞില്ലേ? ഈ കോമൺവെൽത്ത് അഴിമതി കേസിൽ സുരേഷ് കൽമാടിയെ പിടിച്ച് ജയിലിലിട്ടത് ആരാ? മൻമോഹൻ സിംഗ് സർക്കാരല്ലേ? രാജയെയും കനിമൊഴിയെയും പിടിച്ച് ജയിലിലിട്ടത് ആരാ? മൻമോഹൻ സിംഗ് സർക്കാരല്ലേ? അപ്പോൾ ഈ രാജ്യത്ത് വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നു. ആയിരക്കണക്കിന് കോടി രൂപയിൽ നിന്നും ഉയർന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയിലേക്ക് അതെത്തി. അപ്പോൾ ഈ രാജ്യത്ത് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ പണമുണ്ടാക്കി അത് വെളുപ്പിച്ച് അത് ഒളിപ്പിച്ച് ഈ പല ആനുകൂല്യങ്ങളും സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുന്നു, വിദേശത്തിലേക്ക് കടത്തുന്നു, വിദേശത്ത് നിന്ന് പണം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്ത് അന്വേഷിക്കപ്പെടണം. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്നതിൽ എന്താ തെറ്റ്? ആർക്കും അതിൽ വിഷമിക്കേണ്ട ആവശ്യം? ഈ രാജ്യത്തെ സാധാരണക്കാരന് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ രാജ്യത്ത് അഴിമതി നടത്തുന്നവർ ബേജാറായാൽ പോരെ? അനധികൃതമായി പണം സമ്പാദിക്കുന്നവർ ബേജാറായാൽ പോരെ? എന്തിനാ അത് ചെയ്യാത്തവർ ബേജാറാവുന്നത്?